അമാലു വിനായകനോട് ചോദിക്കുകയാണ്, എന്താ ഇത്രമാത്രം ചിന്തിക്കാനുള്ള, എന്താ ചിന്തിക്കുന്നേ? ഞാൻ എന്തോ മനസ്സിൽ കിടക്കുന്നുണ്ടോ, ഞാനല്ലാതെ വേറെ വല്ല കാമുകിമാരും ഉണ്ടോ? അപ്പോൾ ഇവനിങ്ങനെ ഞെട്ടിയതുപോലെ നിൽക്കുക കേട്ടോ. അപ്പോൾ അമലു പറയുവാണ്, അതെ, വേറെ ആരും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ ഏറ്റവും വലിയ ശത്രു ഞാനായിരിക്കും എന്ന് പറയാണ്. എന്നിട്ട് പറയാം, ഊണ് കാലമായി, അത് പറയാനാണ് ഞാൻ വന്നേ. ഇന്ന് കുറച്ചധികം പുതിയ കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വാ എന്ന് പറയാം. അപ്പം എന്ന് പറഞ്ഞിട്ട് ഇവൾ അങ്ങ് തിരിഞ്ഞ് നടക്കുമ്പോൾ നേരെ ഗംഗ ഇവളുടെ കയ്യെ പിടിച്ച് വലിച്ച് ഇവൻ്റെ ദേഹത്തോട്ട് അടുപ്പിച്ചിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൾ പറയാണ്, അതെ എൻ്റെ ക്രിസ്മസ് അപ്പൂപ്പൻ, വേഗം വരാൻ നോക്ക്. അപ്പോൾ ഗംഗ ഇവളങ്ങ് പോവുകയാണ്. അപ്പോൾ ഗംഗ മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ്, എടി കാർത്തികേ, ഞാൻ നിൻ്റെ കല്യാണത്തിന് എത്തിയിരിക്കും, നിൻ്റെ കല്യാണം നടക്കത്തില്ല, ഈ വേഷത്തിൽ നിൻ്റെ കല്യാണത്തിന് മുന്നേ ഞാനെത്തും, നിൻ്റെ കല്യാണം വെറും ഒരു സ്വപ്നം മാത്രമായിരിക്കും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജയിലിലെ മനോഹർ കൂടെ തടവുപുള്ളിയുണ്ട് കേട്ടോ. അപ്പോൾ കൂടെയുള്ള തടവുപുള്ളി പറയുക, താൻ മുറിവിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, പിന്നെന്താ ഭക്ഷണം ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്? മനോഹർ പറയാം, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും എൻ്റെ കൺമണി മോളെ ഒന്ന് കണ്ടാൽ മതി എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എന്നൊക്കെ പറയുവാണേ. മോളെ കാണാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ജയിൽ പുള്ളി പറയുക, നമ്മൾ എത്ര ക്രിമിനൽസ് ആയാലും നമ്മുടെ വീട്ടുകാരോടും ഭാര്യയോടും മക്കളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും എന്ന് പറയുക. മനോഹർ പറയുക, എനിക്ക് അങ്ങനെ ഭാര്യയായിട്ട് പറയാൻ ആരുമില്ല. തടവുള്ളി ചോദിക്കുക, എടാ നിനക്ക് കുറേ ഭാര്യമാരുള്ളതല്ലേ, കുറേ മക്കളും, എന്നിട്ടോ? താൻ കളിയാക്കണ്ടടോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, സത്യം പറഞ്ഞാൽ അയാൾ തലക്കടിച്ചത് ഒരു അനുഗ്രഹമായിട്ടാണ്. ഇവിടുന്ന് പോകുമ്പോൾ ബോധമൊന്നും ഇല്ലായിരുന്നു, ഒരു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ബോധം വേണേ, പിന്നെ ICUലായപ്പോൾ മോളെ കാണാമെന്നൊക്കെ സന്തോഷമായിരുന്നു. കല്യാണം കിരണയും വന്നപ്പോൾ ഞാൻ അവരോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവരതിനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് അതൊക്കെ നടക്കാതെ വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ തടവുപുള്ളി പറയുക, ജയിലിനകത്ത് അച്ഛൻ കൊല്ലാൻ പുറത്ത് മകളും കൊല്ലാൻ നിൽക്കുന്നു, അതുകൊണ്ട് സൂക്ഷിക്കണേന്ന് പറയുക. അപ്പം മനോഹർ പറയാം, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയാം. അപ്പോൾ തടവുപുള്ളി പറയുക, ഇനി അതിന് ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്, കഴിയുമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ശ്രമിക്കുക, അല്ലെ ജയിൽ സൂപ്രണ്ടായാലും ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവും എന്ന് പറയാം. അപ്പോൾ മനോഹർ പറയാം, ഞാൻ അതിനൊന്നും ശ്രമിക്കുന്നില്ല, എൻ്റെ മോൾ താമസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുവാണേ. പിന്നീട് കാണിക്കുന്നത് ആ കവറിൽ വെച്ചിരിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അങ്ങ് തിരിയുമ്പോൾ ഒരു കത്തി ഇരിക്കുന്നത് കാണുവാണ് ഗംഗപ്രസാദ്. പിന്നെ ഗംഗ കത്തിയും കവറും ഒക്കെ എടുത്തിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ കാടിനകത്തൂടെ നടക്കുവാണ്. അപ്പോൾ എനിക്ക് ഈ കാട് പരിചിതമാണെങ്കിൽ രാത്രി ഞാനിതിൽ കൂടി നടന്നിട്ടില്ല, അതുകൊണ്ട് അപകടത്തിനും നല്ലതിനുമൊക്കെ ഇടയ്ക്ക് കൂടിയുള്ളൊരു നൂൽപ്പാലത്തിനകത്തൂടെയുള്ള സഞ്ചാരമാണ് എന്നൊക്കെ വിചാരിച്ച് ഗംഗ അങ്ങ് നടക്കുവാണേ. ഇനി വല്ല വന്യജീവികളും ആക്രമിക്കുമോ? ഇനിയിപ്പോൾ വന്യജീവികളുടെ ആക്രമണത്തിലാണ് മരിക്കാൻ യോഗമെങ്കിൽ അങ്ങനെ ആവട്ടെ, പിന്നെ അല്ലെങ്കിൽ ഞാൻ പലരുടെയും ജീവൻ എടുക്കുമെന്നൊക്കെ വിചാരിച്ച് ഇവനിങ്ങനെ നടക്കുവാണേ. അങ്ങനെ അവൻ പുഴക്കരയിലെത്തി പുഴക്കരയിൽ കിടന്ന വള്ളത്തിൻ്റെ കെട്ടഴിച്ചിട്ട് വള്ളം ഊന്നി അങ്ങ് പോവുകയാണേ. കുറച്ച് നേരം വള്ളം ഇങ്ങനെ തുഴഞ്ഞതിന് ശേഷം അക്കരെ എത്തിയിട്ട് അവിടെ വള്ളം അടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കല്യാണി കിരണം. അപ്പോൾ കിരൺ പൊക്കത്തിലൊക്കെ കയറി നിന്നിട്ട് നക്ഷത്രങ്ങളൊക്കെ ഇടുന്നു. കല്യാണി പറയുക, കുറച്ച് നേരത്തെ ഈ നക്ഷത്രമൊക്കെ ഇടേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ പറയാം. നല്ല ഭംഗിയായിട്ടൊക്കെ വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയാം, ഈ വീടിനകത്തൊരു നക്ഷത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, എന്നും കാണുന്ന നക്ഷത്രം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിക്കുവാണ്. കിരൺ പറയാം, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള 5ാമത്തെ ക്രിസ്മസ് ആണെന്ന് പറയാം. അപ്പോൾ കല്യാണം ഇങ്ങനെ ചിരിക്കുക കേട്ടോ. നമ്മുടെ കല്ലുമോന് 3 വയസ്സും, പിന്നെ അടുത്ത ക്രിസ്മസിന് നമ്മുടെ കല്ലുമോന് കൂട്ടുകൂടാൻ ഒരു കുഞ്ഞാവും കൂടി വേണ്ടേ എന്ന് കിരൺ ചോദിക്കുവാണേ. അപ്പോൾ കല്യാണി പറയുക, കിരണേട്ടൻ്റെ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും അമ്മയാവാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ നിന്നെ ഒത്തിരി ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല, പക്ഷെ ഒരാളും കൂടി നമ്മുടെ ഇടയിലേക്ക് വരണമെന്ന് പറയുവാണ്. ആദ്യത്തേത് ഒരു മോനായതുകൊണ്ട് അടുത്തതൊരു മോളായാൽ സന്തോഷം എന്നൊക്കെ പറയുവാണ്. കഴിഞ്ഞ വർഷം അയലത്തെ വീട്ടിൽ എന്ത് മത്സരമായിരുന്നു, നമ്മളെക്കാൾ നല്ല നക്ഷത്രം ഇടാനും അലങ്കരിക്കുവാനൊക്കെ. അപ്പോൾ കിരൺ പറയാം, നമുക്ക് കൺമണിമോളെ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടുവരാം, പുൽക്കൂടൊക്കെ ഒരുക്കാം, കുട്ടികൾക്ക് അതൊരു സന്തോഷമാവില്ലേ എന്ന് പറയുവാണ്. അതെ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്നും പറഞ്ഞിട്ട് കിരണും കല്യാണം കൂടി സെൽഫി എടുക്കുവാണേ. കാണിക്കുന്ന ഗംഗ നടന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു ബൈക്ക് വരുന്നതാണ്. അപ്പോൾ ഗംഗ കയ്യണ, ചേട്ടാ ഒന്ന് നിർത്തുമെന്ന് ചോദിക്കുക. അപ്പോൾ ചാപ്പിളി ജംഗ്ഷൻ എവിടെ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ, ചാപ്പിളി ജംഗ്ഷനോ, അങ്ങനെ ജംഗ്ഷൻ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങേറെ മൂക്ക് നോക്കി ഇടിച്ചിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് ഗംഗ പോവാണ് കേട്ടോ. ഗംഗ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ കുട്ടികൾ കരോള് കളിക്ക് പോകുന്നതായിട്ട് കാണുവാണേ. വെച്ചിട്ട് ഗംഗ പെട്ടെന്ന് റെഡി ആവണം കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷമൊക്കെ ഇട്ടിട്ട് ഗംഗ റെഡി ആവുകയാണ്.
ഗംഗ നേരെ ആ കരോൾക്കാരുടെ കൂട്ടത്തിലൊക്കെ അങ്ങ് കയറുവാട്ടോ. അപ്പോൾ വേറെ കരോള് ക്രിസ്മസ് അപ്പൂപ്പനായിരുന്ന ആ പുള്ളി ചോദിക്കണം, അല്ലേ നിങ്ങളാരാ? അതെ ഞാൻ അവിടെ നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടില്ല, പ്ലാച്ചിമട. അപ്പോൾ കരോൾ സംഘത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തങ്ങ് പോവുകയാണേ. ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ, കുറേ പേര് ഞാൻ ഈ കരോൾ വേഷത്തിൽ നടന്ന് കുറേ പേരെ കൊന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കൊരു പുത്തരിയില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ്. ഇനി അടുത്തത് അവളുമാരുടെ വീടാണെന്ന് പറഞ്ഞിട്ട് അവർ വന്ന ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കരോൾ പാട്ടൊക്കെ പാടിയിട്ട് ആരും തുറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്കെന്നാൽ പോയാലോ എന്ന് പറയുമ്പോൾ ഗംഗ പറയാം, വേണ്ട ചേട്ടാ നമുക്ക് കുറച്ച് നേരം കൂടി നോക്കാം, ആരെങ്കിലും വന്നാലോ എന്ന് പറയുവാണ്. അവർ കരോൾ കളിക്കാർ അങ്ങോട്ട് അകത്തോട്ട് ചെല്ലണം. അപ്പോൾ കാർത്തിക പറയുക വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ലക്ഷ്മിയൻ പറയും, ഏഴ് വാതിൽ തുറക്കണ്ട, കരോൾ സംഘം അവരിലെ പൊക്കോട്ടെ എന്ന് പറയും. അപ്പോൾ പറയുക, മോളെ ഗംഗ മാത്രമേ മരിച്ചിട്ടുള്ളൂ, അവൻ്റെ കൂട്ടാളികൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുവാണ്. അതിനുള്ള ചാൻസ് ഇല്ലമ്മേന്ന് കാർത്തിക പറയുവാണ്. അയൽപക്കത്തൊക്കെ ഉള്ളവർ പറഞ്ഞതല്ലേ കരോൾ സംഘം ഇവിടെ അടുത്തൊരു പള്ളിയുള്ളതുകൊണ്ട് വരുമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുവാണ്. എന്തായാലും ഇപ്പം നീ വാതിൽ തുറന്ന് പുറത്ത് പോവേണ്ടെന്ന് ലക്ഷ്മിയമ്മ പറയുവാണേ. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ജനൽ തുറന്ന് നോക്കാട്ടോ കാർത്തിക. അപ്പോൾ കരോൾ സംഘം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കളിക്കുന്നത് കാണാവേ. ഗേറ്റിൽ ചവിട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാം, കണ്ടോ കേട്ടോ അത് കരോൾ സംഘം അല്ല, അത് ഉറപ്പായിട്ടും അകത്ത് കയറണമെന്ന് കരുതി വന്ന ആരോ ആണ്, അതാണ് ദേഷ്യത്തിൽ ഗേറ്റിലൊക്കെ ചവിട്ടുന്ന സൗണ്ട് കേട്ടോ എന്ന് പറയുവാണ്. പിന്നെ കഷ്ടമായിപ്പോയി, നല്ല ചാൻസ് ഒത്തു വന്നതാണ്, പക്ഷെ അതിനുള്ള അവർ വാതിൽ തുറക്കുകയോ ജനൽ തുറക്കുകയോ ഒന്നും ചെയ്തില്ല, അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അവർ രണ്ടുപേരും തീർക്കണം. ഇനി അവർക്ക് കൂട്ടാരെങ്കിലും ഉണ്ടാവും, ലൈറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ. കാണിക്കുന്നത് അമലുവിനാണ് കേട്ടോ. അമലു ഗംഗയുടെ റൂമിൻ്റെ വാതിക്ക് വന്നിട്ട് വിനായകേട്ടനെ വിളിച്ചാലോ, ഉറങ്ങുമായിരിക്കുമല്ലേ, അപ്പോൾ ഉറക്കം പോവുമായിരിക്കുമല്ലേ. എന്നിട്ട് ആ സാരിയില്ല കാണാൻ കൊതിയാവുന്നു, എന്തായാലും ഡോറിൽ അവളങ്ങനെ തട്ടുവാണേ. എന്നിട്ട് കാർത്തിയുടെ ഗേറ്റിന് ചുറ്റും ഞാൻ കറങ്ങി നടന്നിട്ട് അവസാനം ഗേറ്റ് ചാടുവാണ് കേട്ടോ ഗംഗ ചെയ്യുന്നത്. അങ്ങനെ ഗംഗ കയറിയിട്ട് ഫ്രണ്ടിലെ ഡോറിൻ്റെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, തപ്പിയൊക്കെ നോക്കുന്നുണ്ട്. ഡോറ് പൊളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്ന ഗംഗ നേരെ ബാക്കിലേക്ക് നൈസായിട്ട് പുറകോട്ട് പോയിട്ട് ബാക്ക് വശത്ത് ഡോറ് പൊളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അകത്ത് പ്രവേശിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള എന്താണ് കേട്ടോ, അവൻ ചുറ്റിനൊക്കെ നോക്കിക്കൊണ്ടാണ്, കുറച്ച് ടെൻഷനുണ്ട് താനും. എന്നിട്ട് നേരെ ഒരു കമ്പി എടുക്കുവാണ് കേട്ടോ അവൻ്റെ ഡ്രസ്സിനകത്തുനിന്ന്, വളഞ്ഞിരിക്കുന്നൊരു കമ്പി പോലത്തെ, കാരണം ലോക്ക് ഓപ്പൺ ആക്കാനുള്ള പരിപാടിയിലാണ് ഗംഗ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതോടെയാണ് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗംഗ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇനി മുന്നോട്ട് എന്താ സംഭവിക്കാൻ പോകണമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അതുപോലെ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാനേ പറ്റില്ല, കാരണം ലക്ഷ്മിയമ്മയും കാർത്തിക മാത്രമേ വീടിനകത്തുള്ളൂ, എന്തും സംഭവിക്കാം. അതോ ഇനി ഗംഗയുടെ കൈ കൊണ്ട് ആരാണോ മരിക്കുന്നത് അവരുടെ കൈ കൊണ്ട് ഗംഗ മരിക്കുമോ, എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും. ബൈ ബൈ.